എനിക്കൊന്ന് ഞാൻ അങ്ങനെ അധികം മൂവീസ് കാണുന്ന ഒരാളല്ല, പക്ഷെ എനിക്ക് ക്ലൈമാക്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മേ ബി ആളുകൾ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഇതിലൊരു നല്ലൊരു ട്വിസ്റ്റ് ഉണ്ട്, നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ട്വിസ്റ്റ് അല്ലാതെ ഒരു ട്വിസ്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് BGM ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാസ്റ്റിംഗ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. വിജയരാഘവൻ സാറൊക്കെ ഭയങ്കര നന്നായിട്ട് ചെയ്തു. പിന്നെ എനിക്ക് പറയാൻ തോന്നുന്നത് വെച്ചാൽ കുട്ടി നന്നായിട്ട് ചെയ്തു, ലിജോ മോള് നന്നായിട്ട് ചെയ്തു. പിന്നെ എന്താ പുതിയ ഡയറക്ഷനാണെന്നൊന്നും പറയില്ല കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഇത് പുതിയതൊന്നും ഫീൽ ചെയ്യില്ല, നല്ല സിനിമയായിട്ടാണ് തോന്നിയത്. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെറിയ ഇതൊക്കെ പുതിയ ഇതൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് പടം ഇഷ്ടപ്പെട്ടു. നല്ല എൻഗേജിങ് ആയിരുന്നു. നല്ലായിരുന്നു. കാരണം ഒരു ചെറിയ സംഭവത്തിൽ നിന്നൊരു നല്ല വലിയൊരു ഗ്രാഫിലേക്ക് പോയതാണ് അതിൻ്റെ ഒരു രസമായിട്ട്. കാരണം കുഞ്ഞു കുഞ്ഞു താരങ്ങളല്ലേ, നമുക്ക് അത്ര വലിയ ഞാനൊരു മുൻ ധാരണയോട് കൂടിയല്ലേ ഈ പടം കണ്ട്, ജസ്റ്റ് ഒരു പടം വന്ന് കണ്ടു എന്നുള്ളത്. പക്ഷേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്ത് നല്ല കളർഫുള്ളാണ്. മാസ് ഓഡിയൻസിനൊക്കെ പിടിച്ചിരുത്താൻ പറ്റിയ ത്രില്ലിങ്ങിനായിട്ട്. ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ നമുക്ക് ഊഹിക്കാമെങ്കിലും ത്രില്ലിംഗ് ഉണ്ട്. മൊത്തത്തിലൊരു അടിപൊളി 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 അടിപൊളി. എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയാണ്. അതിലിപ്പോ പെപ്പയുടെ വൈഫായിട്ട് അഭിനയിച്ച ആ കുട്ടിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പെപ്പെ പറയണ്ട, എല്ലാം അടിപൊളിയായിരുന്നു. ഒരു ഫാമിലിക്കും കാണാൻ പറ്റുന്ന എന്ന നല്ല സാറ്റിസ്ഫാക്ഷൻ, നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഫിലിം. മൊത്തത്തിൽ ആക്ഷൻ എന്ന് പറയാൻ പറ്റൂല, എന്നാൽ സാധാരണ നല്ലൊരു ബോക്സിംഗ്, മലയാളത്തിലെ നല്ലൊരു സ്പോർട്സ് പടം. ആന്റണി വർഗീസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആന്റണി വർഗീസ് നല്ല അഭിനയം, എന്നും ആന്റണി വർഗീസിന്റെ പഞ്ച് തന്നെയാണ്. പടം വൈസ് നന്നായിട്ടുണ്ട്. കാരണം മീൻസ് ടെക്നിക്കലാണെങ്കിലും അഭിനയമാണെങ്കിൽ ഭയങ്കര രസം. ടെക്നിക്കലൊക്കെ എല്ലാം മിക്ക സിനിമയിലും കൂടെ ചോമ്പോ ഓറഞ്ച് ആ ടോൺ ഭയങ്കര രസം. നോട്ട്സ് മിക്കതും ക്ലോസ് ഷോട്ട്സ് ആണ്, മീഡിയം ഷോട്ട്സ് അല്ല, അതുകൊണ്ട് എടുത്തു എനിക്ക്. പിന്നെ നമ്മൾ തല്ലുമലയിലൊക്കെ പോലെ ഭയങ്കര സൂപ്പർ സ്ലോമോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പുള്ളിയുടെ മറ്റേ കിൻഡൽ ഇടി കാര്യങ്ങളൊക്കെ ഇതുള്ളതുകൊണ്ട് അതൊക്കെ ചുമ്മാ പിടിച്ചെടുത്തു. പ്രത്യേകിച്ച് ഫാമിലി പഴയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരു വിജയരാഘവൻ റോള് അങ്ങനെ ആൾക്കാർ സംഭവം നല്ല രസമുണ്ട് എങ്ങനെ നോക്കിയാലും. പിന്നെ വില്ലൻ്റെ ഒക്കെ വില്ലൻ ശരിക്കും ഈ പുള്ളി ആകെ 6-8 മാസം ട്രെയിനിങ്ങേ ഉള്ളൂ എപ്പൊക്കെ. പക്ഷെ മറ്റേ പുള്ളി നല്ല ട്രെയിൻഡാണ്, നമുക്ക് കാണുന്നത് തന്നെ മനസ്സിലാവും. പക്ഷെ പിടിച്ച ആ ഒരു സംഭവം ഞാൻ അതിൻ്റെ അവസാനത്തെ ടൈലൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും പ്രതീക്ഷിക്കുന്ന ടൈലൻഡ് അല്ല, പക്ഷെ ഒരു മാറി നിന്ന് ആ ഒരു സംഭവം കൊള്ളാം. എനിക്കൊന്ന് തൂക്കിയെന്ന് തോന്നുന്നു. കാരണം അടിപൊളി സിനിമയാണ്. നമ്മുടെ പെപ്പയുടെ ഒരു വൺമാൻ ഷോ, ഒരു അടിപ്പടം മാത്രമല്ല, ഫാമിലി, റിവഞ്ച്, മാസ് എല്ലാം അടങ്ങിയ ഒരു പടമാണ്. പിന്നെ എടുത്തു പറയാൻ വിജയരാഘവൻ ചേട്ടൻ്റെ പെർഫോമൻസ്, അതുപോലെ നമ്മുടെ വില്ലൻ്റെ പെർഫോമൻസ് എല്ലാം സൂപ്പറായിരുന്നു. എല്ലാവർക്കും ഫാമിലിയായിട്ട് മൊത്തത്തിൽ വന്ന് കാണാൻ പറ്റിയ ഒരു അടിപൊളി സിനിമയാണ്, നല്ല സിനിമയാണ്. RDX കൊള്ളാം, നല്ല സിനിമ. ഇത് സ്പോർട്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു വേൾഡ് ചാമ്പ്യനുമായിട്ടുള്ള ഒരു ഫൈറ്റാണ്, സൂപ്പറായിരുന്നു, അടിപൊളി സിനിമയാണ്. ഭയങ്കര നല്ലതായിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഇഷ്ടമായി, നല്ല മൂവിയായിരുന്നു. മോളുമായിട്ടുള്ള ഇമോഷൻസ് ഒക്കെ ഭയങ്കര നല്ല. സജു ഗ്രൂപ്പ് ഭയങ്കര ഫണ്ണിയായിരുന്നു, ഭയങ്കര നല്ലതായിരുന്നു. ആന്റണി വർഗീസ് എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളി അടിപൊളിയായിരുന്നു, നല്ല ആക്ടിങ് ആണ്. അടിപൊളി, നല്ല പെപ്പയുടെ നല്ല ഫൈറ്റ് ആയിരുന്നു. ഇടിപ്പടം ഇടിപ്പടം പെപ്പയുടെ നല്ല സിനിമയായിരുന്നു. ഫാമിലി എന്റർടൈനർ ആണ്. ബോക്സിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, രണ്ടു കൂട്ടർക്കും ഇഷ്ടപ്പെടും. നല്ലതായിരുന്നു. നമുക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആ ഇൻസിഡന്റ് ഒക്കെ ഉണ്ട്. നല്ല സിനിമയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പെപ്പയെ ഭയങ്കര രസമുണ്ട്, സ്ക്രീൻ പ്രസൻസ് നന്നായിട്ടുണ്ട്. പിന്നെ പുതിയൊരു വില്ലൻ നല്ല രസമുണ്ട്. പിന്നെ മൊത്തത്തിലൊരു എന്റർടൈനർ ആയിട്ട് തോന്നി. ഇടി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഫാമിലിയുടെ എലമെന്റ്സും പിന്നെ വന്നു. എന്താണ് ഇഷ്ടപ്പെട്ടെന്തോ പടത്തില്? ബോക്സിംഗ് അല്ലാതെ ബോക്സിംഗ് ആണോ പടം? ബോക്സിംഗ് ആണ്, ഫുള്ള് ബോക്സിംഗ് അല്ല, എന്നാലും കൊള്ളാം പടം. എങ്ങോട്ട് ആന്റണി വർഗീസ് എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളിയുടെ ഒരു ബോക്സിംഗ് റോൾ നാടൻ അടിയായിരുന്നു. ബോക്സിംഗിലോട്ട് വന്നപ്പോൾ അതിന്റെ ആ ബോക്സിങ്ങിന്റെ അത് ഏകദേശം പിടിച്ചിട്ടുണ്ട്. പടം കൊള്ളാം, ആവറേജ് പടം. ഫൈറ്റ് ഒക്കെ കൊള്ളാം, കുഴപ്പമില്ല. ഇടി കൊള്ളാം, വീഡിയോ രക്ഷയില്ല, കൊള്ളാം. ഇടിപ്പടമില്ലേ, ഇടിപ്പടമായിട്ട് ആ ഒരു ഇതില് മേക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ആന്റണി വർഗീസ്? എങ്ങനെയുണ്ട് ആന്റണി വർഗീസ്? എങ്ങനെയുണ്ട് ആന്റണി വർഗീസ്? കൊള്ളാം, രക്ഷയില്ല, റോള് കൊള്ളാം. കൊള്ളായിരുന്നു, കുഴപ്പമില്ല. എന്താണ് ഇഷ്ടപ്പെട്ടെന്തോ പടത്തില്? അല്ല, ഫൈറ്റ് കൊള്ളായിരുന്നു, കുഴപ്പമില്ല. ഉള്ള ഒരു വെറൈറ്റി കോൺസെപ്റ്റ് ആയിട്ടുണ്ട്. പുതിയൊരു ടൈപ്പ് നൈസായിട്ടുണ്ട്. ഫുള്ളി അങ്ങനെയല്ല, തരക്കേടില്ലാത്തൊരു സിനിമ. ആന്റണി വർഗീസ് നന്നായിട്ട് ചെയ്തു. ഭയങ്കര നമുക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന അങ്ങനത്തെ സിനിമകളൊന്നും എന്നുള്ള ഉള്ളൂ. പ്രത്യേകിച്ച് എടുത്തു പറയാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. ഒരു നോർമൽ സിനിമ, ഒരു ആവറേജ് ഫിലിം.
ഏത് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഈ ലാസ്റ്റ് ഈ ബോക്സിംഗുള്ള ആ ഒരു കുറച്ചൊരു 10 മിനിറ്റ് മാത്രമേ അതേ ഉള്ളൂ. അതും പക്ഷേ നമുക്ക് സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ഉള്ള സിനിമയിൽ നമുക്ക് എന്തെങ്കിലും രോമാഞ്ചം ഉണ്ടാക്കുന്ന ചില മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. ഇതിലൊന്നുമില്ല. അപ്പൊ പിന്നെ പുള്ളിയുടെ എഫർട്ട് സംഭവിച്ചു കൊടുക്കണം. ആന്റണി വർഗീസ് പുള്ളിയുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ആയാലും ബോക്സിങ് അതിന് വേണ്ടിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു. അപ്പൊ ആ ഒരു ലെവലിൽ പുള്ളിയുടെ നല്ലൊരു എഫർട്ടാണ്. നല്ല പടം. ഇടിപടം തന്നെ നല്ല പടം. എന്താണ് ഇഷ്ടപ്പെട്ടെന്നോ പടത്തിൽ എടുത്ത് പറയാൻ? കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ഇടിയൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല, കൊള്ളാം. എങ്ങനെയാണ് പടം? എന്താണ് ഇടിപടം? ഇടിപ്പടം തന്നെയാണ്. നമ്മൾ RDXന് ശേഷമുള്ള ഇടിപ്പടമാണ്. അത്രയൊന്നുമില്ല, കൊള്ളാം.